പ്ലസ് വണ്ണിന്റെ ഈ ലാസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് എല്ലാം കൂടെ ആയപ്പോൾ കുറച്ച് പോലും പഠിക്കാൻ തോന്നില്ല. അത്രയും ഭയങ്കരമായിട്ട് വെറുത്തുപോയി. ഇത് ഏറ്റവും വലിയ ഡേഞ്ചർ ആണ്. ഇപ്പൊ മാർക്ക് കുറഞ്ഞ പ്ലസ് ടുവിലും A+ കിട്ടത്തില്ല. ഫുൾ ഫ്യൂച്ചർ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനുള്ള എക്സാക്ട് സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താ ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് കുറെ സിലബസ് തീർത്ത് ഫുൾ A+ മേടിച്ച പോലെ പ്ലസ് 1 പ്ലസ് 2 മാത്രമല്ല ഡിഗ്രിയിലും CUT-ലും വരെ ഇത് വർക്കായിട്ടുണ്ട്. അത്ര എഫക്റ്റീവ് ആണ്. സ്റ്റെപ്പ് 1, ഇത് മനസ്സിലാകാൻ നിങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പഠിക്കാനേ തോന്നുന്നില്ല, വെറുത്തുപോയി എന്ന് പറയുമ്പം അതിന് എല്ലാവർക്കും 4 മെയിൻ കാരണങ്ങളേ ഉള്ളൂ. ബാക്കി ഏതൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ചു വന്ന അവസാനം ഈ 4 വലിയ കാരണങ്ങളിൽ കൊണ്ടുവന്ന് നിൽക്കും. ശ്രദ്ധിക്കേ. 1, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇതിൽ. എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല? ഫ്യൂച്ചർ, കോളേജ്, അങ്ങനെ എല്ലാം ഈ പ്ലസ് 1 മാർക്സ് അഫക്ട് ചെയ്യും. പിന്നെ എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല? നിങ്ങൾ ഒരു കടയിൽ പോവാന്ന് വിചാരിക്കും. ഇത് സിമ്പിളായിട്ട് തോന്നും കേൾക്കുമ്പോൾ, പക്ഷേ ഇതിൽ വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണ്ട ഒരു സാധനം മേടിക്കാൻ പോകുമ്പോഴാണോ അയലോക്കത്തെ കൂട്ടുകാരൻ പറഞ്ഞു എടാ എനിക്ക് ഒരു ലുക്ക് മേടിച്ചോണ്ട് വരണമെന്ന്, അത് മേടിക്കാൻ പോകുമ്പോഴാണോ ഇത് മേടിക്കാൻ പോകുമ്പോഴാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ? സോ സ്വന്തമായിട്ട് ഗോളും പർപ്പസും ഇല്ലാത്തതാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനുള്ള ഫസ്റ്റ് കാരണം. ഇനി രണ്ടാമത്തെ മെയിൻ കാരണം, നിങ്ങൾ വയറ് നിറച്ച് മൂക്കറ്റം ബിരിയാണി തിന്നു, ഇഷ്ടമുള്ളൊരു ഫുഡ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഉപ്പിട്ട കഞ്ഞി കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? പക്ഷേ നിങ്ങൾക്ക് നല്ല വിശപ്പുള്ളപ്പം വേറെ ഒന്നും കിട്ടാനില്ലെങ്കിൽ അതേ ഉപ്പിട്ട കഞ്ഞി നിങ്ങൾ മണപടാന്ന് കുടിക്കും. സോ ഹൈ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ്, ഹൈ പ്ലഷറബിൾ ആയ സ്ക്രോളിങ്, ഗെയിമിങ്, സോഷ്യൽ മീഡിയ, 18+, എന്തും നിങ്ങളുടെ ഈ പഠിത്തം എന്ന ലോ ഡോപ്പമിനർജിക് ആക്ടിവിറ്റിയെ ഭയങ്കര ബോറിംഗ് ആയി തോന്നിപ്പിക്കും. മോട്ടിവേഷനേ കാണത്തില്ല പഠിക്കാൻ. പക്ഷേ അപ്പൊ നിങ്ങൾക്ക് തോന്നിയില്ലേ ഈ ഉപ്പിട്ട കഞ്ഞിയുടെ കൂടെ അച്ചാറോ മീൻ കറിയോ മീൻ വറുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറെ കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല എന്ന്? നല്ല സൂപ്പറായിട്ട് പറ്റും. അതെല്ലാം അടുത്ത സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. പഠിക്കാൻ തോന്നാത്തതിന്റെ രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ 10 അടി താഴ്ചയിൽ കുറെ നിധികളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതുള്ള സ്ഥലം കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം. മിക്ക നിധി 3 മണിക്കൂർ താഴോട്ട് കുഴിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ എന്തോർക്കും എല്ലാ നിധി 3 മണിക്കൂർ കുഴിച്ചെടുക്കാമല്ലോ എന്ന്? ഏറ്റവും വലിയ തെറ്റ്. കാരണം ചില നിധി 5 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ എടുക്കും. കാരണം കുഴിക്കും കല്ലും പാറയെല്ലാം ഉള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾ കിടന്ന് എനിക്ക് നിധി കിട്ടുന്നില്ല ഞാൻ 3 മണിക്കൂർ കുഴിച്ചതല്ലേ എന്നൊക്കെ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതേപോലെ ഇനി പഠിക്കുമ്പോഴും ഒരൊറ്റ സാധനം പോലും മനസ്സിലാകുന്നില്ല എന്ന് പറയല്ലേ. നിങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നേ പറയാവുള്ളൂ. ChatGPT, കുറെ യൂട്യൂബ് വീഡിയോസ്, സ്കൂള്, ട്യൂഷൻ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനി എക്സ്ക്യൂസ് പറയല്ലേ. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്, ഡേഞ്ചർ ആണത്. 10 മണിക്കൂർ നിങ്ങൾ നിധി കഷ്ടപ്പെട്ട് കുഴിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു ലോലിപോപ്പ് മാത്രം കിട്ടിയുള്ളെങ്കിലോ? സോ വെയിറ്റേജ്, PYQ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇതെല്ലാം നോക്കി ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ടൈം കളയാവുള്ളൂ. പഠിക്കാൻ തോന്നാത്തതിന്റെ മൂന്നാമത്തെയും സെക്കൻഡ് ലാസ്റ്റത്തെ ആയിട്ടുള്ള മെയിൻ കാരണം 3, ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോൾ എല്ലാ എക്സാമിലും ലാസ്റ്റ് ക്രിസ്മസ് എക്സാം വരെ എനിക്ക് ഫിസിക്സിൽ മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞ് മോഡൽ എക്സാമിന് എനിക്ക് മനസ്സിലായി ഈ എക്സാമിന് A+ അടുത്തായിട്ടുള്ള ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫൈനൽ എക്സാമിനുള്ള A+ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ ഇതുവരെ പഠിക്കാത്തത്രയും വാശിക്ക് എല്ലാം നിർത്തിവെച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു. ഇനി ശ്രദ്ധിക്കുക, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലേ, ഇത് കിട്ടിയില്ലെങ്കിൽ എല്ലാം പോയി, ഞാൻ ഇതുവരെ ഫിസിക്സിന് നല്ല മാർക്ക് വാങ്ങിയിട്ടില്ല, ഈ പട്ടി പഠിക്കുന്ന പോലെ പഠിക്കുന്നതൊക്കെ വെറുതെ ആണോ ഞാൻ, ഇങ്ങനെയൊക്കെ. മോഡൽ എക്സാം കഴിഞ്ഞ് അതിന്റെ മാർക്ക് വന്നു, 60-ൽ 55 ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വിശ്വാസവും ഇല്ല, നല്ല പേടി മാത്രമേ ഉള്ളെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ ഓഫ് ആക്കി വെച്ച് മാക്സിമം പഠിച്ച് നല്ലപോലെ റിവൈസ് ചെയ്ത് പോയാൽ സിമ്പിളായിട്ട് നല്ല മാർക്ക് മേടിക്കാം. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന രീതിയേ തെറ്റാണെങ്കിലോ എത്ര പഠിച്ചാലും നല്ല മാർക്ക് കിട്ടത്തില്ല. ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ശ്രദ്ധിക്കുക, പഠിക്കാൻ തോന്നാത്തതിന്റെ ലാസ്റ്റ് മെയിൻ കാരണം 4, നിങ്ങൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന രീതിയേ തെറ്റായിരുന്നു മൊത്തം. അപ്പൊ നിങ്ങൾക്ക് തോന്നും എത്ര എഫേർട്ട് ഇട്ടാലും ഇത്രയൊക്കെയല്ലേ മാർക്ക് കിട്ടത്തുള്ളൂ, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പഠിക്കത്തില്ല. ഇനി ഈ 4 വലിയ പ്രോബ്ലംസും എക്സാക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് പറയാം. ശ്രദ്ധിച്ചിരുന്നോണം. സ്റ്റെപ്പ് 2, ഒന്നാമത്തെ പ്രശ്നം പർപ്പസ് അല്ലെങ്കിൽ ഗോളില്ലായ്മ കൊണ്ടും ഡോപ്പമൈൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇത് സോൾവ് ചെയ്യാൻ 2 കാര്യം മാത്രം ചെയ്താൽ മതി. 1, ജസ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ ഒന്ന് എഴുതുക. പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല, വഴിയേ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, നമ്മൾ ഇമ്പ്രൂവും ചെയ്യും, ഗോളും ചിലപ്പോൾ മാറ്റും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് തോന്നുന്നത് അത് മാത്രം എഴുതുക. ആ പ്ലാനിലോട്ട് എത്താൻ ഈ ഫുൾ A+ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കോളേജ്, ജോബ്സ്, സ്കിൽസ്, ഫ്യൂച്ചർ ഇതെല്ലാം ഓർക്കുക. ഗോൾസ് ഇല്ലാതെ നിങ്ങൾ ഒരിടത്തും എത്തത്തില്ല. 2, നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ വേണ്ടി മോട്ടിവേഷൻ തരുന്ന ഹോർമോണായ ഡോപ്പമൈൻ ശരിയാക്കാൻ വേണ്ടി യൂട്യൂബിൽ ഡോപ്പമൈൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞ കുറേ വീഡിയോസ് വരും. അതിന് നല്ലത് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഞാൻ നേരത്തെ കുറേ കഞ്ഞി കുടിക്കാൻ വേണ്ടി അച്ചാറിന്റെയും മീൻകറിയുടെയും കാര്യം പറഞ്ഞില്ലേ, അതിനു വേണ്ടി എൻ്റെ ഈ വീഡിയോ നോക്കിയാൽ മതി. രണ്ടാമത്തെ വലിയ പ്രോബ്ലമായ പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, അത് സോൾവ് ചെയ്ത് എങ്ങനെയാണ്, അത് ഞാൻ നേരത്തെ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ പ്രോബ്ലംസിന്റെ എക്സാക്ട് സൊല്യൂഷൻ പെർഫെക്റ്റ് ആയിട്ട് ഇതിന് വർക്ക് ചെയ്യും. രണ്ടിനും സെയിം സൊല്യൂഷൻ ആണ്. മൂന്നാമത്തെ വലിയ പ്രോബ്ലമായ ഫിയർ ഓഫ് ഫെയിലിയർ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഡിസിപ്ലിൻ ഇൻക്രീസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടില്ലാത്തപ്പോഴും ചെയ്ത് മനസ്സ് തഴമ്പിപ്പിക്കണം. വിൽ പവർ ഇൻക്രീസ് ചെയ്യണം. ഡെയിലി വിയർക്കുന്ന പോലെ വർക്കൗട്ട് ചെയ്യുന്നത്, നേരത്തെ എഴുന്നേക്കുന്നത്, ഇങ്ങനെ അൺകംഫർട്ടബിൾ
കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. 4, ഇനി ലാസ്റ്റത്തെ വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇൻസൈൻ വാല്യൂബിൾ വീഡിയോസ് ഇനി വരുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. ലാസ്റ്റ് മെയിൻ കാര്യം, ഇതെല്ലാം കൂടി എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ഫുള്ള് ചീറ്റി പോകും. ഫുൾ എ പ്ലസ് കിട്ടുന്നതിന് തടയുന്ന A to Z പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തന്ന് ഡെയിലി എന്തൊക്കെ ചെയ്യണമെന്ന് ഫുൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തന്ന് രാവിലെ നിങ്ങളെ വിളിച്ചെഴുന്നേപ്പിച്ച് സ്റ്റഡീസിലെ ഡൗട്ട് സോൾവിങ്, അക്കൗണ്ടബിലിറ്റി കോച്ച്, ഡയറക്റ്റ് കോൾസ് ഇതെല്ലാം തന്ന് ഞാൻ ചെയ്ത ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞുതരാം. ഈ നമ്പർ വാട്സ്ആപ്പ് ചെയ്യേ. ചാനൽ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വാസമായിട്ട് മതി. നിങ്ങൾ +1 സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം വലിയ ഡിസ്കൗണ്ട് കിട്ടും. പെട്ടെന്ന് മെസ്സേജ് അയക്കുക.